അല്ല, ഈ ഒരു വിഷയത്തിൽ നമുക്ക് കണ്ണൂരെ അല്ലെങ്കിൽ നാദാപുരത്തെ നിന്ന് രാഷ്ട്രീയ സംഘർഷങ്ങൾ പോലെ ഇപ്പം കണ്ണൂർ ഒരാൾ ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ണൂർ ഒരു CPM കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രാഥമികമായിട്ട് BJP-കാരനായിരിക്കും അതിന് കാരണക്കാരൻ. അല്ലെങ്കിൽ ഒരു BJP-കാരൻ കൊല ചെയ്യപ്പെട്ട ഒരു CPM നാദാപുരത്താണ് മുസ്ലിം ലീഗുകാരനാണെങ്കിൽ CPM മുസ്ലിം ലീഗുകാരനായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള അവസ്ഥാവിശേഷം അങ്ങനെ ഒരു സമീപകാല ചരിത്രം നമുക്കുണ്ട്. എന്നാൽ അതിനെ ഒരു വലിയ ഒരു ഇപ്പം രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്ന പോലെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഈ പ്രശ്നങ്ങൾ അങ്ങ് കണ്ണൂരെയും നാദാപുരത്തെയും പ്രശ്നങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാനുള്ള യാതൊരു വ്യാമോഹം തെറ്റിദ്ധാരണ എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങളെല്ലാം തന്നെ വളരെ സാമൂഹിക സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള പശ്ചാത്തലം വെച്ചുകൊണ്ട് സംസാരിക്കാറുള്ളത്. എന്നാൽ അതുപോലെയല്ല തിരുവനന്തപുരത്തിൻ്റെ കൾച്ചർ. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, തിരുവനന്തപുരത്തിൻ്റെ ഒരു സൈക്കി എന്ന് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് സൈക്കി, മധ്യവർഗത്തിൻ്റെ സൈക്കി എന്ന് വെച്ചാൽ അവർ ഈ ആക്രമണം നടത്തുക CPM ആണെങ്കിൽ BJP ആണെങ്കിൽ ആരാണ് അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഒരുവിധം അങ്ങ് ജീവിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ശരാശരിക്കാരായ മനുഷ്യന്മാരുള്ള സ്ഥലമാണ്. രണ്ട്, സംഘിന് ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുള്ള, അത് ഞാൻ BJP-നൊന്നും ഞാനങ്ങനെ വലിയ സംഭവിക്കരുത്, സംഘാണ് പ്രധാനം. സംഘിന് ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുള്ള കേരളത്തിലെ പ്രദേശമാണ്. അവിടെ നായർ സമുദായത്തിനിടയിൽ വലിയ സ്വാധീനം സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രമാത്രം സംഘിന് സ്വാധീനമുള്ള, കേരളത്തിൽ താരതമ്യേന വലിയ സ്വാധീനമുള്ള തിരുവനന്തപുരം പോലെയുള്ള ഒരു സ്ഥലത്ത് സംഘിന് പിന്നെ എന്താ പറയുക, സംഘിൻ്റെ രാഷ്ട്രീയ രൂപമായ BJP-യുടെ ഓഫീസ് ആക്രമിക്കാനുള്ള ഒരു വിഡ്ഢിത്തം CPM കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ സാമാന്യ ബുദ്ധി ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആര് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ CPM വരുത്തി തീർക്കാൻ മാത്രം എന്താണ് ഇത്ര ഒരു വ്യഗ്രത? ഇവിടെ നമ്മൾ പലതും സംശയിച്ചു പോകുന്നുണ്ട്. ആദ്യം പറയേണ്ടിയിരുന്നത് രമേശും പിണറായി വിജയനൊക്കെ സമീപ നാട്ടുകാരാണ്, നമ്മളൊക്കെ തന്നെ ആ നാട്ടുകാരാണ് ആനത്തലവട്ടം വെച്ചിട്ട്. അപ്പോൾ പറയേണ്ടിയിരുന്ന കാര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി കൃത്യമായ അന്വേഷണം നടത്തണം, അന്വേഷണം നടത്തി അതിൽ പാകപ്പിഴ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലോജിക്കാണ്. ഏതെങ്കിലും രീതിയിൽ വീഴ്ച ആ കാര്യത്ത് പോലീസിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി ഞാനും പറയും. കാരണം എന്ന് വെച്ചാൽ BJP-യെ പോലെയുള്ള ഒരു പ്രമുഖ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ആ സംഘത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഒറ്റപ്പെട്ട സംഭവമല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ റിപ്പർക്കേഷൻസ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് സത്യസന്ധമായി അന്വേഷിച്ച് അക്രമകാരിയെ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഇത് അങ്ങനെ ഒരു കണ്ണൂർ പോലെ നാദാപുരം പോലെ ഒരു പശ്ചാത്തലമില്ലാത്ത തിരുവനന്തപുരത്ത് ഇത് ചെയ്ത CPM ഇന്ന് വരുത്തി തീർക്കാൻ എന്താണ് നിർബന്ധം? ശരി, ഫക്രുദ്ദീനിലേക്ക് ഞാൻ വരാം. സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഒന്നാമത്തെ ചോദ്യം, എന്തിന് കുമ്മനത്തെ ലക്ഷ്യമാക്കി എന്നത് അവർ സ്വാഭാവികമായി സംശയിക്കുന്നത് ആവർത്തിച്ചു വരുന്ന ഫോൺ കോളാണ്. പിന്നെ അർദ്ധരാത്രിയിൽ ആക്രമണവും. അതിനുള്ള മറുപടി ആദ്യം. അല്ല, ഒരു പാർട്ടി നേതാവിനെ പകൽ സമയത്ത് ആഫീസിൽ നേതാവ് ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ അത് അദ്ദേഹത്തെ ഉണ്ടോയെന്ന് സ്ഥിരപ്പെടുത്തി ആക്രമിക്കാനാണ് എന്ന് കണ്ടെത്തുന്നെങ്ങനെ? രമേശ് ആദ്യം പറയുകയുണ്ടായി അതിലൊരു അസ്വാഭാവികതയും തോന്നിയില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ശ്രീ രമേശനും അതുപോലെ BJP-ക്കും ആ ഫോൺ കോളുകൾ ഏതാണെന്ന് ടേപ്പ് ചെയ്ത് കണ്ടെടുത്ത് ആ ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യപ്പെടാമല്ലോ. CPM-കാരെങ്കിലും ആണ് വിളിച്ചിട്ടുള്ളതെങ്കിൽ അതിന് എത്രയോ എളുപ്പം. രമേശ് ഇപ്പോൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആ ഫോൺ കോൾ ആരുടേതായിരുന്നു അത് കണ്ടുപിടിച്ചുകൊണ്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. എന്താ അതിന് തയ്യാറാകാത്തത്? എങ്ങനെയാണിത് CPM ആണത് കണ്ടെത്തുക? പിന്നെ അത് ആ പറയുന്നതിന് തിരുവനന്തപുരത്തെ ആഫീസ് ആക്രമിക്കേണ്ടതിന് ഫലമാകുമോ? ഞാൻ ഒറ്റ കാര്യം, രാത്രിയിൽ ഇവിടെ കുമ്മനം രാജശേഖരൻ ഉണ്ടോ എന്ന് ഇവർക്കെങ്ങനെ ആരാണ് വിളിച്ച് കൺഫേം ചെയ്തത്? ആ നമ്പറൊന്ന് പറയട്ടെ, ആരാണെന്ന് വെരിഫൈ ചെയ്യാനായിട്ട് പോലീസിനോട് ആവശ്യപ്പെടട്ടെ. എന്നാൽ പിന്നെ ആളെ കണ്ടെത്താൻ എളുപ്പമാണല്ലോ. അതൊരു അർത്ഥമില്ലാത്തതാണ്. പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആസ്ഥാനത്ത് പാർട്ടി സെക്രട്ടറി ഉണ്ടോ എന്ന് ആരെങ്കിലും വിളിച്ചു. പക്ഷേ പ്രശ്നം ഇവർ ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ല. മാത്രവുമല്ല, അവർ പറയുകയാണ് ഈ 100 ദിവസം കൊണ്ട് 100 മേനി കൊയ്തത് അക്രമ സംഭവങ്ങൾ മാത്രമാണ്. ഇപ്പം ഇന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കണ്ണൂർ എന്നാൽ CPM-ന് സമം, CPM എന്നാൽ അക്രമത്തിന് സമം. ഇത് പഴയ സമവാക്യമാണ്. ഇപ്പോൾ CPM എന്നാൽ സംസ്ഥാനത്ത് എവിടെയും സമം അക്രമം. ഈ രൂപത്തിൽ പല ജില്ലകളിലായി ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട, കണ്ണൂരിലേക്ക് മാത്രമായി ചുരുക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. ഒന്ന്. രണ്ട്, ഇവിടെ ഈ 100 ദിവസം പിന്നിട്ടപ്പോൾ ഏതാണ്ട് 600ഓളം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായി. ഏതാണ്ട് 70-ൽ താഴെ ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അതിലേതാണ്ട് 35ഓളം രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ഏറിയ കൂറും ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒരു വശത്ത് സ്ഥിരമായുള്ള പ്രതി അല്ലെങ്കിൽ സ്ഥിരമായുള്ളൊരു കക്ഷി CPM ആണ് സാർ. അതെ, ഇവിടെ കേരളത്തിൽ BJP-ക്ക് ഒരു അജണ്ടയുണ്ട്. അത് അജിംഷാ തന്നെ ഇവിടെ വന്ന്
അവരുടെ ടാർഗറ്റ് ഇരിക്കുന്ന കേരളത്തിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് മെജോറിറ്റി സീറ്റ് പിടിക്കണമെന്നാണ്. ഇത്തവണ ഇവിടെ ഭൂരിപക്ഷം ഉണ്ടാക്കണമെന്ന് ശ്രമം നടന്ന് അതിൽ പരാജയപ്പെട്ടു പോയി. അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴെങ്കിലും അവർക്ക് ഇവിടെ ഗണ്യമായ ഭൂരിപക്ഷം ഉണ്ടാക്കണമെന്ന് താല്പര്യമുണ്ട്. അതിനുവേണ്ടി മറ്റു സംസ്ഥാനങ്ങൾ BJP ഉത്തർപ്രദേശിലും മറ്റ് ഗുജറാത്തിലുമൊക്കെ എടുക്കുന്ന അതേ ടാക്ടിക്സ് ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കി കൊലപാതകങ്ങളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് ഇത് ഇവിടെ നേടാം, ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. CPMനെ വകവരുത്തിയെങ്കിൽ മാത്രമേ അവരുടെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. മുസ്ലിമിനെ കൊന്നതുകൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കൊന്നുകൊണ്ടോ മാത്രമല്ല, ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് CPM ആണ്. അതുകൊണ്ട് CPMനെ വകവരുത്തണമെന്ന് ലക്ഷ്യമിടുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞത് അല്ല, പിന്നെ 100 മേനി കൊയ്തതിൻ്റെ കാര്യം പറയാം. 100 മേനി കൊയ്തത് കേരളത്തിലെ ജനങ്ങളുടെ കൺമുമ്പിൽ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതിനു മുമ്പുള്ള ഭരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഓണത്തിൻ്റെ അന്തരീക്ഷമാണത്. നല്ലപോലെ ഓണം ആഘോഷിക്കാൻ പോവുകയാണ് ജനങ്ങൾ. ഒരു തരത്തിലും കാണം വിറ്റേ ഓണമുണ്ണാൻ കഴിയുമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്ന മാറി കാണം വിൽക്കാതെ ഓണമുണ്ണാൻ കഴിയുന്ന സന്തോഷഭരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്ത ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ താറടിച്ച് കാണിക്കാൻ ഇവിടെ കൊലപാതക രാഷ്ട്രീയമാണ് എന്ന് വരുത്തി തീർക്കുക കേന്ദ്രത്തിൻ്റെയും ഒരു ആവശ്യമാണ്. അതാണ് ഇതേപോലെ ഒരു ആഫീസിന് നേരെ പടക്കെറിഞ്ഞു അല്ലെങ്കിൽ ബാമ്പെറിഞ്ഞു, അത് എല്ലാവരും അപലപിക്കുകയല്ലേ. അതിന് കേന്ദ്രമന്ത്രി ഉടനെ ഇവിടെ വന്ന് ആ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമാണ്, അമിത്ഷായുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്, അമിത്ഷായുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇവിടെ അവർ നിർവഹിക്കുന്നത്. പക്ഷേ ശ്രീ ആനത്തലവട്ടം, ഇവിടെ BJP കഴിഞ്ഞ തവണ ഇതുപോലെ അങ്ങ് സൂചിപ്പിച്ച മട്ടിൽ നിയമസഭയിൽ വലിയ ഭൂരിപക്ഷം നേടുക എന്ന താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ഒരു വലിയ സാധ്യതയായി കണ്ടത് BDJSനെ ഉൾപ്പെടുത്തിയതാണല്ലോ. ഈ BDJSനെ നിങ്ങൾ എത്ര ഗംഭീരമായിട്ടാണ് പ്രതിരോധിച്ചത്. അത് ഫിറോസ് പറയുന്ന ആ കാര്യം തന്നെയാണ് അതിൻ്റെ വ്യക്തമായ പ്രതിരോധത്തിൻ്റെ മാതൃകയാകുന്നത്. നിങ്ങൾ സാംസ്കാരികമായും രാഷ്ട്രീയമായുമാണ് അതിനെ പ്രതിരോധിച്ചത്. അല്ലാതെ വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്കോ SNDPയുടെ ഓഫീസുകളിലേക്കോ, അന്ന് BDJSൻ്റെ ഓഫീസുകൾ വന്നിട്ടില്ല, ഓഫീസുകളിലേക്കോ ഏറുപടക്കം എറിഞ്ഞിട്ടല്ല, വെള്ളാപ്പള്ളി ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ രാഷ്ട്രീയമായും സാംസ്കാരികമായും അതിനെ നേരിട്ടു. സതീശൻ ഇവിടെ വലിയൊരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഏറ്റവും വലിയ ഇന്ധനമാകുമായിരുന്ന നാവുകളെ പിഴുതെറിയുകയുണ്ടായി. നിയമസഭയിൽ കാര്യകാരണ സഹിതം ചോദിക്കുകയും അത് പുറം സമൂഹത്തെ വ്യക്തമായ ബോധ്യത്തോടെ അറിയിക്കുകയും ചെയ്തപ്പോൾ ഇതല്ലേ ഏറ്റവും കരണീയമായി. ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ ആശയം കൊണ്ടല്ലാതെ ആയുധം കൊണ്ട് നേരിടുന്നത് ഞങ്ങളുടെ നിലപാടല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്നേ നശിച്ചു പോയതേ, നാമാവശേഷമായതേ, കൊന്നും കൊല ചെയ്തും ആക്രമിച്ചും എപ്പോഴും ഒരു പക്ഷത്തെ ഞങ്ങൾക്കെതിരായ ആക്രമണം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കെതിരായ ആക്രമണം വരികയല്ലേ. കാരണം ഇവർക്ക് ഏറ്റവും വലിയ ബദൽ ശത്രുവായി നിൽക്കുന്നതാണ്. ഫിറോസിൻ്റെ തിയറി പറഞ്ഞല്ലോ, ഇവരുടെ ദുർബലതയിൽ നിന്നും ഇവരുടെ സഹായിച്ചുമല്ലേ ഈ BJP RSS വളർന്നത്. അതിനെന്താ എതിർക്കാത്തത്? ഇവിടെ തന്നെ ഒരു സീറ്റ് കിട്ടി, ആ സീറ്റ് കിട്ടിയതിൻ്റെ ഉത്തരവാദിത്വം ഒന്ന് കോൺഗ്രസ്സിൽ മാറി നിൽക്കാൻ സാധിക്കുമോ? അവരുടെ തന്നെ ആ തെരഞ്ഞെടുപ്പിന് റിവ്യൂ എടുത്ത് പരിശോധിച്ചാൽ അറിയാമല്ലോ. ഒരു മണ്ഡലം പ്രസിഡന്റ് എങ്കിലും ഈ RSS BJP ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള നിലയിൽ അവിടെ ഒരു UDFന് ഒരു കാൻഡിഡേറ്റിന് ഇടണ്ടേ? ആ കാൻഡിഡേറ്റ് വോട്ട് പിടിച്ചാൽ രാജഗോപാൽ ഇവിടെ ജയിക്കുമോ? എന്താ ഫിറോസിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ഈ ചർച്ച ചെയ്യുന്ന ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിങ്ങൾ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിൽ നിങ്ങളും ഈ ഒരു പുതുമുഖമായ ശ്രീശാന്തും തമ്മിലുള്ള അകലം 800 വോട്ടിൻ്റേത് മാത്രമാണ്. ശ്രീ ആനത്തലവട്ടം, അതിൻ്റെ ഉത്തരവാദിത്തമോ? അവിടെ പിന്നെ രാജഗോപാലായിരുന്നു എന്ന് പറയാം. അതെ, രാജഗോപാലിന് പ്രധാന സ്ഥാനാർത്ഥിയല്ലേ. ഇവിടെ ശ്രീശാന്തമായി 800 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് രണ്ടാം സ്ഥാനത്ത്. അതെ, ഇവിടെ ട്രിവാൻഡ്രത്ത് കേരള നിൽക്കുന്ന കാലം മുതൽ കുറച്ച് ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ വോട്ടുണ്ടെന്നാണ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ പുതുതായി ഉണ്ടായതല്ലല്ലോ, അതിൽ കൂടുതലൊന്നും അവർ പിടിച്ചിട്ടില്ല. പക്ഷെ അങ്ങ് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കാണ്. അതെ, ഇത് അങ്ങനെയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ മണ്ഡലം എന്ന് വെച്ചാൽ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടെ ഇത്രയും വോട്ട് ഹിന്ദുത്വത്തിന് ഉണ്ട് എന്നുള്ള കാണണ്ടേ? അത് കണ്ടു തന്നെയാണ് ഞങ്ങൾ കാൻഡിഡേറ്റ്സിനെ പുട്ടപ്പ് ചെയ്യുന്നത്. ശരി. ശ്രീ MT രമേശ്, ഒന്നാമതായി ഇവിടെ എപ്പോഴും നിങ്ങൾ അക്രമത്തിൻ്റെ പാതയിലാണ് CPM എന്ന് സ്ഥിരീകരിക്കുന്നത് ഈ അക്രമ സംഭവങ്ങളുടെ എല്ലാം ഒരു പകുതിയിൽ CPM ഉണ്ടെന്നാണ്. അതിനിതാ ശ്രീ ആനത്തലവട്ടം വ്യക്തമായ മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒരേ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് CPMനെയാണ്.